ഇപ്പൊ ഇതില് ശ്രീപത്തിന്റെ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടർ ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോ വരുന്ന മാറ്റങ്ങൾ, അങ്ങനത്തെ ഉള്ള കുട്ടികൾ ആരെങ്കിലും റിയൽ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കമ്പനിയുടെ ചെയർമാൻ പത്മശ്രീ യശസ്വരീനായ CK മേനോനുണ്ട്. അദ്ദേഹം ഇതുപോലുള്ള തൃപ്പൂണിത്തുറയിലുള്ള ഓട്ടിസം ബാധിച്ചതും ഇതായിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ വലിയ പ്രൊമോട്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോയി കാണാറുണ്ടായിരുന്നു, അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്, ഒക്കെയുള്ള അനുഭവമുണ്ട്. അവിടെ APJ അബ്ദുൽ കലാം ഒക്കെ വന്നിരുന്ന സ്കൂളൊന്ന് സന്ദർശിക്കാൻ ഞാനുണ്ടായിരുന്നു അവിടെ. അപ്പം അതൊക്കെ എൻ്റെ മുമ്പിൽ കണ്ടിരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ, അതുപോലുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ചില കുട്ടികളുണ്ട്, ഇതുപോലുള്ള കുട്ടികളൊക്കെ, അതൊക്കെ കണ്ടു വന്നപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ ഡയറക്ടറോട് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ ഈ സംഗതികളൊക്കെ ഇതിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ കഥാപാത്രത്തിൽ. അതുകൊണ്ട് നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ എന്തൊക്കെ സ്വഭാവങ്ങളാണ് കാണിക്കേണ്ടത്. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ഈ സിനിമ കാണുമ്പോൾ അവർക്കും അതൊരു ഒരു സ്വാനുഭവത്തിൻ്റെ ഒരു ഇതായിട്ട് മാറും. അന്നേരമാണ് അത് എവിടെയൊക്കെയോ നമുക്ക് സ്പർശിക്കുക. അപ്പോൾ സ്പർശിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു തെറാപ്പിയായി മാറും ഈ സിനിമ. അത്തരത്തിലൊരു ക്വാളിറ്റി കൂടിയും ഈ സിനിമക്ക്. ഇപ്പോൾ സാറാണെങ്കിൽ ഈ മൂവിയിലെ ലിറിസിസ്റ്റ് ആണ്, പിന്നെ സ്ക്രിപ്റ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് ആഗ്രഹം മലയാളം മൂവിയിൽ അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രിയിൽ? അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള ഇതിലൊരു ഹെഡ് മാസ്റ്ററുടെ റോളായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ശേഷം ഒരു വലിയൊരു ഒരു പ്രോജക്റ്റ്, ഒരു സിനിമയുടെ ഒരു ഡയറക്ടർ എന്നെ സമീപിച്ചിരിക്കുന്നത് ഒരു കോളേജിൽ, അത് ഈ ഫിലിം ഇറങ്ങിയിട്ടുമില്ല, അധികം കണ്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട് നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയിൽ ഞാൻ കോളേജ് പ്രിൻസിപ്പളായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയെന്നുള്ളത് നമ്മൾ അഭിനയിക്കുക, സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. ആദ്യമായിട്ടാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത് ഒരു തിരക്കഥ, ആദ്യമായിട്ടാണ് ഒരു പാട്ട് എഴുതുന്നത്. ഒരുപാട് ആദ്യത്തിന്റെ സിനിമയാണ് ഇതെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു പാട്ട് എഴുതുന്നത്, ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് മുഖം കാണിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഒരു അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞെന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റുക. അതുപോലെയാണ് ഇതിലുള്ള അപർണ പറയും, അവരാദ്യമായിട്ടാണ് അത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതാണ് ഇത്. അവർ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവരതിൽ സർട്ടിഫൈ ചെയ്തു. ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യത്തെ ടീമിലുള്ള സിനിമ. ഇനി ഒരു പക്ഷേ നിരവധി വരുമായിരിക്കാം, പക്ഷെ ഇത് അങ്ങനെ ആദ്യത്തേത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് അംഗീകാരം കിട്ടിയപ്പോൾ ഇതൊരു 6-7 മാസം മുമ്പാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ പുറത്തു വിട്ടതൊക്കെ. ഇപ്പോഴാണ് അതിനങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്. ഇപ്പോൾ ഇതാ റിലീസാകുമ്പോൾ 31 മെയ് 31 റിലീസാകുമ്പോൾ തീർച്ചയായും ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും പറയാനുള്ളത് അത് തന്നെയാണ് പറയാം. നിങ്ങൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവാം, ഈ അടുത്ത് ഒരുപാട് സ്റ്റഡഡ് ആയിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു ലളിത സുന്ദരമായ മനോഹരമായ സിനിമയാണ്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവന്റ് ആയിട്ടൊരു മൂവിയാണെന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത് കുട്ടികളോട് കൂട്ടി, വീട്ടില് വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വല്യമ്മച്ചിനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആരെ സിനിമക്ക് പോകുന്നു അവരെയൊക്കെ കൊണ്ടുപോയിട്ട് തിയേറ്ററിലിരുന്ന് കാണണം. കാരണം തിയേറ്ററിലിരുന്ന് കാണുന്നതിന്റെ സുഖമെന്ന് പറയാം. നമ്മൾ വീട്ടിൽ TVന്റെ മുമ്പിലിരുന്ന് സിനിമ കാണുമ്പോൾ അതിന്റെ ഫീല് വരില്ല. ഇത് ആ തിയേറ്ററിനകത്തിരുന്നു കൊണ്ട് അതിന്റെ സംഗീതത്തിന്റെ ആ രീതിയിലും നമ്മളൊരു പ്രത്യേക ലോകത്തേക്ക് ആ കഥാപശ്ചാത്തലത്തിൽ ഇഴകിച്ചേർന്നുകൊണ്ട് ആ സിനിമ അനുഭവിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതേപോലെ തന്നെ ഈ സിനിമ വിജയകരമാകട്ടെ എന്ന് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സിനിമയാണ്, പ്രേക്ഷകരുടെ സിനിമയാണ്. അവരുടെ കുട്ടികളുടെ അമ്മമാരുടെ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൊക്കെ ഒരുപക്ഷെ എന്തൊക്കെയോ നമ്മളോട് സംവദിക്കുന്നുണ്ട് ഈ സിനിമ. അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ സ്വീകരിക്കുക. അതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്ര നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. ഇനി പുതിയ എന്താ പറയാ ഒരുപാട് റോളുകൾ അഭിനയിക്കാനും അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.